ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. അങ്ങനെ നമ്മുടെ മാഞ്ചസ്റ്റർ ഡെർബി, ഒരു കാര്യമില്ലാത്ത മാഞ്ചസ്റ്റർ ഡെർബി വന്നിരിക്കുകയാണ്. നാളെയാണ് മാച്ച്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തായാലും മാച്ച് പ്രിവ്യൂ അങ്ങനെ ടാക്ടിക്കലായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പുതിയ ഇൻ്ററിം കോച്ചാണ് മൈക്കൽ കാരിക്കാണ് നമ്മുടെ പുതിയ ഇൻ്ററിം കോച്ച്. എഗെയിൻസ്റ്റ് പെപ് ഗാർഡിയോള. സിറ്റി ആണെങ്കിൽ അന്യായ ഫോമിലാണ്. അത് മാത്രമല്ല, അവർ അന്യായ ഫോമിലായിരുന്നിട്ടും സെമന്യോനെ അവർ സൈൻ ചെയ്തു. സെമന്യോ കഴിഞ്ഞ 2 കളിയിൽ 2 ഗോളും ഒരു അസിസ്റ്റ് നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെമന്യോ നമുക്കെതിരെ കളിക്കുമ്പോൾ നമ്മുടെ ഒപ്പം കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സെമന്യോയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പോകുന്നത് ആരാണ് നമുക്ക് നന്നായിട്ട് അറിയാം. ഡിയാഗോ ഡാലോ ആണ്. എന്താവുന്നുള്ളത് തമ്പുരാന് മാത്രം അറിയാം. എന്തായാലും മാച്ചാണല്ലോ, അപ്പോൾ പിന്നെ ഒരു മാച്ച് പ്രിവ്യൂ എന്ന രീതിക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. വളരെ ഷോർട്ടായിട്ട് ചെയ്യാണ്. അധികം ടൈമൊന്നും എടുക്കുന്നില്ല. കാരണം ടൈം എടുത്തിട്ട് കാര്യമില്ല. വളരെ അൺപ്രഡിക്റ്റബിളോ അല്ലെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള മാച്ചോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ ഒപ്പീനിയനിൽ. ഇതൊരു വളരെ ടഫ് ഗെയിമായിരിക്കും. 99.9% ഫേവറേറ്റ്സ് മാൻ സിറ്റി തന്നെയാണ്, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മാൻ യുണൈറ്റഡ്, കറണ്ട് മാൻ യുണൈറ്റഡിൻ്റെ ഒരു നിലവാരം വെച്ചിട്ട് 99.9% ചാൻസ് സിറ്റിക്കാണ്. പിന്നെ ഒരു 0.1% എന്തെങ്കിലും ലക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ജയിക്കാം എന്നുള്ളത്. ഇതിൽ നമുക്ക് നേടാൻ പറ്റുന്ന ആകെ ഒരു പോസിറ്റീവ് റിസൾട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഡ്രോ ആയിരിക്കും. അതിന് മുകളിലൊന്നും എനിക്ക് തോന്നുന്നില്ല സംഭവിക്കുന്നുള്ളത്. ജയം കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഡെർബിയാണ്, എന്ത് സംഭവിക്കാം. പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി, പ്ലെയേഴ്സിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി പോലെ ആയിരിക്കും മാച്ച്. പിന്നെ ഇതിൽ നമുക്ക് എടുത്ത് പറയാനുള്ളൊരു മെയിൻ സംഭവം, നമ്മുടെ സൈഡിൽ നിന്നുകൊണ്ട് അമാദ് ആൻഡ് എംബൂമോ നമുക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അമാദിൻ്റെ എംബൂമോൻ്റെയും ഒരു തിരിച്ചൊരു നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അമാദ് റിയാലോ. കാരണം ആഫ്കോണിലൊക്കെ നമ്മൾ കണ്ടതാണ്, എംബൂമോനെക്കാട്ടും കൂടുതൽ ഇമ്പാക്റ്റ് ആഫ്കോണിൽ ഉണ്ടാക്കിയത് അമാദാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ ഔട്ടായി. പക്ഷെ നമുക്ക് നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമാദിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് സിറ്റിക്കെതിരെ അമാദ് എപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം സിറ്റിക്കെതിരെ കളിയിലും നമ്മൾ കണ്ടു, അമാദ് റിയാലോൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഗോളാണ് നമ്മൾ ജയിച്ചത്. സോ അങ്ങനെ വല്ലതും നടന്നാൽ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മിഡ്ഫീൽഡ് എഗെയിൻസ്റ്റ് സിറ്റിയാണ് കൂടുതൽ ബെറ്റർ. അറ്റാക്ക് എഗെയിൻസ്റ്റ് സിറ്റി അവരുടെയാണ് കൂടുതൽ ബെറ്റർ. ഡിഫെൻസ് എഗെയിൻസ്റ്റ് സിറ്റി എനിക്ക് തോന്നുന്നു 2 ടീമും ഡിഫെൻസീവ്ലി സെയിം തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും കാണാൻ പോകുന്നില്ല. കാരണം അവർ ഡിഫെൻസീവ്ലി ഗോൾ ലീക്ക് ചെയ്യുന്നൊരു ടീമാണ്, നമ്മൾ ഡിഫെൻസീവ്ലി ഗോൾ ലീക്ക് ചെയ്യുന്നൊരു ടീമാണ്. ഗോൾ കീപ്പർ എടുത്താലും ഡൊണറുമ ഇസ് ബെറ്റർ ദാൻ ലാമൻസ്. അത് എനി ഡേ എനി ടൈം ഡൊണറുമ ഇസ് ബെറ്റർ. കോച്ചിൻ്റെ കാര്യം എടുത്താലും നമുക്കൊരു ഇൻ്ററിം കോച്ചാണ്, മൈക്കൽ കാരിക്കാണ്. ഫസ്റ്റ് ഗെയിമാണ്. സോ ഓബ്വിയസ്ലി പെപ് ഗാർഡിയോള ഈസ് ദ ബെസ്റ്റസ്റ്റ് ഓഫ് ദ കോച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും പുതിയ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഇനിയോസിൻ്റെ അണ്ടറിൽ മൈക്കൽ കാരിക്കിനെ കൊണ്ടുവന്ന് കളിക്കാൻ പോകുന്ന ഫസ്റ്റ് മാച്ച് സിറ്റി, അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് 2 വീക്സ് നമുക്കൊരു സമാധാനം ഉണ്ടാവും. പക്ഷേ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ഇത് ബോർഡിനെ ശരിക്കും അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് ഈ ഡിഫീറ്റ് എങ്ങാനും ഒരു 4-0 5-0 ആണെങ്കിൽ ഇപ്പോൾ ഉള്ള ഫാൻ പ്രഷർ ഇതിന് 3 ഇരട്ടിയോ എന്നുള്ളൊരു സംശയം വേണ്ട. അപ്പോൾ ഞാൻ സ്കോറൊന്നും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. കാരണം സിറ്റി ആർ ദ ഫേവറേറ്റ്സ്. മേ ബി ഒരു 3-0 2-0 സിറ്റി ജയിക്കാം, അല്ലെങ്കിൽ 4-0 ആവാം, 4-1 ആവാം. പക്ഷേ ഒരു ഔട്ട്സൈഡ് ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ മാൻ യുണൈറ്റഡ് കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ ടീമിനെ ഏകദേശം കൈവിട്ട മട്ടാണ്. എന്തായാലും ചില മെസ്സേജ് ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പ്രതീക്ഷ കീപ്പ് ചെയ്യുന്ന കുറേ ഫാൻസ് ഉണ്ട് നമ്മുടെ ഇടയിൽ. സോ അവരോടാണ്, അല്ലെങ്കിൽ എല്ലാ ഫാൻസിനോടും കൂടിയാണ് എൻ്റെ ചോദ്യം. വാട്ട് ഡു യു തിങ്ക്? ആരാണ് ഈ കളിയിൽ ജയിക്കാനുള്ള കൂടുതൽ ചാൻസ്? അല്ലെങ്കിൽ മാൻ യുണൈറ്റഡ് ഫാൻസിനോട് ഞാൻ ചോദിക്കുന്നത്, ഈ ഗെയിമിൽ മാൻ യുണൈറ്റഡിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? മേ ബി ഒരു 0-0 നമുക്ക് നല്ലതാണ്, 1 പോയിന്റ് നല്ലതാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഫോർമേഷൻ ഒന്നും എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് 4-2-3-1 അല്ലെങ്കിൽ 4-3-2-1, മേ ബി ഒരു 5-3-2 ആയിരിക്കാം. കാരണം മൈക്കൽ കാരിക്ക് പല ഡിഫറെൻറ്റ് ഫോർമേഷൻസ് കളിക്കുന്ന ഒരാളാണ്. സിറ്റിക്കെതിരെ മേ ബി അയാളൊരു 5-3-2 ആയിരിക്കും ഇറക്കാൻ നോക്കുന്നത്. ഡിഫെൻസീവ്ലി സോളിഡ് ആവാനാവും മൂപ്പർ നോക്കുന്നത്. ഗോൾ അടിക്കാനല്ല, ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കാനായിരിക്കും മൈക്കൽ കാരിക്ക് ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എഗെയിൻസ്റ്റ് സെമന്യോ, ഷെർക്കി, ഹാലൻഡ്, ഫോഡൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യും, ഒരു സംശയം വേണ്ട. പക്ഷെ നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, എന്തായിരിക്കും ഈ കളിയിലെ റിസൾട്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ കളിയിലെ സ്കോർ? നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക താഴെ. നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു വാച്ച് ലോങ് ചെയ്യാം. ഞാൻ ഓൾറെഡി വാട്സാപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്സാപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഓൺ വാട്സാപ്പ്. ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് പോസ്റ്റിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാം. അപ്പോൾ മാഞ്ചസ്റ്റർ ഡെർബി എന്തായിരിക്കും റിസൾട്ട്, എന്തായിരിക്കും സ്കോർ ലൈൻ? നിങ്ങളുടെ പ്രഡിക്ഷൻസ് താഴെ കമൻറ്റ് ചെയ്യുക.
വാച്ച് ലോങ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാം, ഇല്ലെങ്കിൽ മാച്ച് കണ്ട് കാണാം. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രട്ട്ഫോർഡ് സിഗ്നൽ. സി യു അഗെയിൻ. എന്തൊക്കെ പറഞ്ഞാലും ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ്.